വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറി ജീവിതം പച്ചപിടിപ്പിക്കാമെന്ന് കരുതിയിരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിനു മേൽ ഇരുട്ടടി പോലെയാണ് പുതിയ വാർത്തകൾ വന്നു പതിക്കുന്നത്. കാനഡയും അമേരിക്കയും തങ്ങളുടെ അതിർത്തികളും തൊഴിൽ വിപണിയും വിദേശികൾക്കായി കൊട്ടിയടക്കുകയാണോ? പ്രത്യേകിച്ച് 2026 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്ന കാനഡയുടെ പുതിയ തൊഴിൽ നിയമങ്ങൾ വെറും മാറ്റങ്ങൾ മാത്രമല്ല, വിദേശ തൊഴിലാളികൾക്ക് നേരെയുള്ള ശക്തമായ താക്കീതാണ്. സ്വന്തം പൗരന്മാർക്കായി തൊഴിൽ വിപണി സംരക്ഷിക്കാൻ സർക്കാർ പഴുതുകൾ അടച്ച നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ അവിടെ ജോലി സ്വപ്നം കാണുന്നവരുടെ ഭാവി എന്താകും? അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം കൊണ്ടുവരുന്ന അഴിച്ചുപണികൾ കൂടി ചേരുമ്പോൾ പ്രവാസി സ്വപ്നങ്ങൾ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. എന്താണ് ഈ പുതിയ മാറ്റങ്ങൾ പ്രവാസികൾക്ക് നൽകുന്ന സന്ദേശം? നമുക്ക് നോക്കാം. അമേരിക്കൻ ഭരണകൂടത്തിലെ മാറ്റങ്ങളും കാനഡയിലെ കർശനമായ നിയമ പരിഷ്കാരങ്ങളും ആഗോള പ്രവാസി സമൂഹത്തിന് വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടം അധികാരത്തിലെത്തിയതോടുകൂടി ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ അഴിച്ചുപണികൾ ഉണ്ടായി. ഗ്രീൻ കാർഡിനും H-1B വിസയ്ക്കും കാത്തിരുന്ന ആയിരക്കണക്കിന് പ്രവാസികളെ അത് മുൾമുനയിൽ എത്തിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പുറത്താക്കുമെന്ന കർശന നിലപാടും വിസ ചട്ടങ്ങൾ കടുപ്പിക്കുന്നതും അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. ഇതിനു പുറമെ പ്രാദേശിക തൊഴിലാളികൾക്ക് മുൻഗണന നൽകുന്ന സാമ്പത്തിക നയങ്ങൾ വിദേശ പ്രൊഫഷണലുകൾക്ക് തൊഴിൽ വിപണിയിൽ വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. മറുവശത്താണെങ്കിൽ പ്രവാസികളുടെ പറുദീസയായിരുന്ന കാനഡയും അതിന്റെ വാതിലുകൾ പകുതിയോളം അടച്ചു കഴിഞ്ഞു. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും ഭവനരഹിതരുടെ എണ്ണവും നിയന്ത്രിക്കാൻ സ്റ്റുഡന്റ് വിസകളിലും പെർമനന്റ് റെസിഡൻസി കോട്ടകളിലും കാനഡ വൻ വെട്ടിക്കുറയ്ക്കലുകൾ വരുത്തി. വിദേശി കുടിയേറ്റം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കുന്നു എന്ന വിലയിരുത്തലിൽ നിയമങ്ങൾ മാറ്റി എഴുതുന്നതോടെ പുതിയതായി വിദേശത്തേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിൽ വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെടുന്നത്. രാഷ്ട്രീയ മാറ്റങ്ങളും സാമ്പത്തിക നിയന്ത്രണങ്ങളും ഒത്തുചേരുമ്പോൾ കാനഡയും അമേരിക്കയും മുമ്പത്തെ പോലെ പ്രവാസികൾക്ക് സുരക്ഷിതമായ മേച്ചിൽപ്പുറങ്ങൾ അല്ലെന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. കാനഡയിലെ വിദേശ തൊഴിലാളികൾക്കാണ് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നത്. തൊഴിൽ വിപണിയിൽ വിദേശ ജീവനക്കാരെ കൂടുതലായി നിയമിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഫെഡറൽ സർക്കാർ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. കുറഞ്ഞ ശമ്പളമുള്ള താൽക്കാലിക വിദേശ തൊഴിലാളി പ്രോഗ്രാമിന് കീഴിലുള്ള നിയമനങ്ങളിലാണ് ഏപ്രിൽ 1 മുതൽ വിപുലമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. കാനഡയിലെ തദ്ദേശീയരായ യുവാക്കൾക്ക് മുൻഗണന നൽകുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുമാണ് പുതിയ നീക്കം. നേരത്തെ കനേഡിയൻ പൗരൻ അല്ലാത്ത ഒരാളെ ജോലിക്ക് എടുക്കുമ്പോൾ 4 ആഴ്ച മാത്രം പരസ്യം നൽകിയാൽ മതിയായിരുന്നു. എന്നാൽ 2026 ഏപ്രിൽ 1 തീയതി മുതൽ ഇത് 8 ആഴ്ചയായി വർദ്ധിപ്പിച്ചു. അതായത് തുടർച്ചയായി 2 മാസമെങ്കിലും കാനഡയിൽ ഉള്ളവർക്കായി ആ ജോലി ഒഴിവ് പരസ്യം ചെയ്യണമെന്ന് ചുരുക്കം. കനേഡിയൻ പൗരന്മാർക്ക് ജോലി ആവശ്യമില്ലെങ്കിൽ മാത്രമേ മറ്റു രാജ്യത്തുള്ളവരെ ജോലിക്കായി ക്ഷണിക്കാൻ സാധിക്കുകയുള്ളൂ. കാനഡയിലെ യുവാക്കൾക്ക് ജോലി ഉറപ്പാക്കാൻ കമ്പനികൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുവെന്ന് തെളിയിക്കണം. അതിനായി എല്ലാ കമ്പനികളും പ്രത്യേക രീതിയിൽ ക്യാമ്പയിൻ നടത്തണമെന്നും പുതിയ നിർദ്ദേശത്തിലുണ്ട്. 15 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള കനേഡിയൻ യുവാക്കളെ ജോലിക്കെടുക്കാൻ കമ്പനി എന്തൊക്കെ പുതിയ നീക്കങ്ങൾ നടത്തിയെന്നാണ് സർക്കാരിനെ അറിയിക്കേണ്ടത്. ഈ യുവാക്കൾക്ക് വേണ്ടി വെബ്സൈറ്റുകളിലോ സ്കൂളുകളിലോ കോളേജുകളിലോ അറിയിപ്പ് നൽകിയോ എന്നും അറിയിക്കേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം വിദേശ തൊഴിലാളികളെ ഈ ജോലിക്കായി നിയോഗിക്കാൻ പാടില്ലെന്നും സർക്കാർ പുറത്തുവിട്ട നിർദ്ദേശത്തിൽ പറയുന്നു. തൊഴിലിടങ്ങളിൽ വിദേശ തൊഴിലാളികളുടെ എണ്ണത്തിൽ വരുത്തിയിരിക്കുന്നത് വലിയ മാറ്റമാണ്. സാധാരണയായി ഒരു കമ്പനിയിലെ ആകെ ജീവനക്കാരുടെ 10% മാത്രമേ വിദേശ തൊഴിലാളികൾ പാടുള്ളൂ എന്നാണ് നിയമം. എന്നാൽ റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഒരു ചെറിയ ഇളവ് നൽകിയിട്ടുണ്ട്. അവർക്ക് ഈ പരിധി 15% വരെയാക്കാൻ അനുവാദമുണ്ട്. കാനഡയിലേക്ക് പഠനത്തിനായി വരുന്നവർ പുതിയ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. കാനഡ സ്വന്തം പൗരന്മാർക്ക് കൂടുതൽ മുൻഗണന നൽകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തിലുമുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും പ്രവാസികളെയാണ് ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുന്നത്. കാനഡയിലെ കമ്പനികൾ വിദേശികളെ നിയമിക്കുന്നതിന് മുമ്പ് 8 ആഴ്ചയോളം സ്വന്തം പൗരന്മാർക്കായി കാത്തിരിക്കണമെന്ന നിബന്ധനയും യുവാക്കൾക്കായി പ്രത്യേക ക്യാമ്പയിനുകൾ നടത്തണമെന്ന നിർദ്ദേശവും വിദേശ തൊഴിൽ അന്വേഷകർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമേരിക്കയിലെ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ കുടിയേറ്റക്കാരോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം വരുത്തിയെന്നുള്ളത് വ്യക്തമാണ്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും തദ്ദേശീയരുടെ തൊഴിലിനും മുൻഗണന നൽകുന്ന ഈ സംരക്ഷണ നയങ്ങൾ പ്രവാസികൾക്ക് വരും കാലങ്ങളിൽ വലിയ വെല്ലുവിളി ഉയർത്തും. വിദേശ യാത്രയ്ക്കും പഠനത്തിനുമായി തയ്യാറെടുക്കുന്നവർ ഈ പുതിയ യാഥാർത്ഥ്യങ്ങൾ കൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒരു കാലത്ത് പ്രവാസികളുടെ പറുദീസയായിരുന്ന പലയിടങ്ങളും ഇന്ന് കടുത്ത പരീക്ഷണങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും വേദിയായി മാറിക്കഴിഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടിയാണ്.